കൊച്ചുങ്ങളുടെ ട്രോമയൊന്ന് ആലോചിച്ച് നോക്കിയേ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഹെഡ്ഫോൺസ് വെച്ചേക്കുക. 18 വയസ്സിൽ താഴെയുള്ള ഒരു വീഡിയോ കാണാതിരിക്കുക. ഫാമിലി ആയിട്ട് എൻ്റെ വീഡിയോ ടി വിയിൽ കാണാതിരിക്കുക. കാണുന്നവർ കുഞ്ഞു നിൽക്കുക. എന്നടാ മാർപ്പാപ്പയ്ക്ക് കയ്യിൽ മുത്താണെങ്കിൽ ഇവിടെ സുണ്ടിൽ മുത്തം കൊടുക്കാനാണ് താല്പര്യം. സോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മതത്തിനെ വിറ്റ് ക്യാഷ് ഉണ്ടാക്കൽ, മതത്തിനെ കളിയാക്കി ക്യാഷ് ഉണ്ടാക്കൽ. എടാ കരുത്, ഞാൻ ഇതുവരെ ചെയ്തേക്കുന്ന മതസൗഹാർദ്ദ ബുക്കിലാണ് ഏറ്റവും കുറവ് വ്യൂസ് ഉള്ളത്. നീ കമ്പയർ ചെയ്ത് നോക്കിയോ. എന്നിട്ടും ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് ഇഷ്ടംപോലെ റീൽസ് റിയാക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിന് ഞാൻ മറുപടി കൊടുത്ത് സമയം കളയുന്നില്ല. പൂക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ടെങ്കിലും കുരുപൊട്ടൽ ഒരു ടീമിന് മാത്രമേ ഉള്ളൂ. അല്ല, ആര് പറഞ്ഞു? കഴിഞ്ഞ ദിവസം ഞാൻ മറ്റേ പാപ്പേനെ കളിയാക്കി, തന്തയില്ല പാപ്പേനെ വിളിച്ചിട്ട് ഞാനേ മാർപ്പാപ്പേനെ തന്തയില്ല പാപ്പേന്ന് വിളിച്ചു. അപ്പോൾ അതിൻ്റെ സങ്കടം കൊണ്ട് ക്രിസ്ത്യാനിയോട് കമൻറ്റ് ബോക്സിൽ കിടന്ന് കരയുന്നുണ്ടായിരുന്നു. അതായത് പാപ്പ അതുകൊണ്ടൊന്നും അല്ല പാപ്പ അങ്ങനെ ചെയ്തത്, പാപ്പയ്ക്ക് കയ്യിൽ മുത്തുന്നത് ഇഷ്ടമല്ല. മറ്റുള്ളവരെല്ലാവരും കയ്യിലല്ലല്ലോ, കവളത്തൊക്കെയാണ് മുത്തുന്നത്. പക്ഷേ പാപ്പയുടെ കയ്യിൽ മുത്തിയത് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടാണ് പാപ്പ അങ്ങനെ കാണിച്ചതെന്നാണ് ന്യായീകരണം പറഞ്ഞത്. അപ്പോൾ എനിക്ക് ശരിയാണ്, ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, പാപ്പ കയ്യിൽ മുത്തുന്നത് മാത്രമേ പുള്ളി ഇങ്ങനെ വേണ്ടെന്ന് പറയുന്നുള്ളൂ. അപ്പോൾ എനിക്കത് ശരി, എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് ഞാൻ എന്തായാലും ഫ്രാൻസിൽ പോകുമ്പോൾ മാർപ്പാപ്പയോട് സോറി പറയുന്നുണ്ട്. പിന്നെ എടാ പൊലയാടി പാപ്പേ, നീ അപ്പം ഇത് പിന്നെ നീ ആസനത്തിലാണോടാ മുത്തം മേടിക്കുന്നത്? എങ്ങനെ ഇരിക്കണം? ഇവനെ തന്തയില്ല പാപ്പ എന്നല്ല വിളിക്കേണ്ടത്, തന്തയില്ല പാപ്പ. അപ്പൊ എല്ലാവർക്കും മതസൗഹാർദ്ദ ബുക്ക് പാർട്ട് 15 സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിന് മുമ്പുള്ള റിയാക്ഷൻസ് ഒക്കെ കണ്ടാലേ ഒരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ത്രികോണ, ത്രിപതാക, ത്രിലോക, ത്രിവർണ്ണ ബുക്കിലേക്ക് സ്വാഗതം. കൊച്ചു കമോൺ. നോർത്തിലുള്ള ഒരു 5-star ഹോട്ടലിലേക്ക് കുറെ മതവാണങ്ങൾ കയറി ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് അവിടെ ടേബിളിൽ ഇരിക്കുന്ന ടിഷ്യൂ പേപ്പറിന്റെ കളർ ഓറഞ്ച് ആയതുകൊണ്ട് അത് ഞങ്ങളുടെ വിശ്വാസത്തെ കളിയാക്കുന്നതാണ്, അതുകൊണ്ട് ഈ കളർ പറ്റത്തില്ല. ആ നിലവാരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാലത്ത് ഇത്രയും വിദ്യാഭ്യാസം നിലവാരം ഇല്ലാത്തവന്മാരുണ്ടെന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കിയേ. മറ്റു രാജ്യങ്ങൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യ. But I don't know exactly what was the situation. My mind and my body is totally blank after hearing this, as I also left my son here. ഇപ്പോഴും വിറക്കുകയാണ് ശരീരമാകെ. സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥ, മനസ്സ് ശൂന്യമായതുപോലെ. ഭൂമി ഇങ്ങനെ പറയുമ്പോൾ നമ്മളും വിറക്കുകയാണ്. സമാനതകളില്ലാത്ത ആ ആകാശ ദുരന്തം ഓർത്തോർത്ത്. ട്രാഫിക് ജാമിൽ കുടുങ്ങി വിമാനം നഷ്ടമായപ്പോൾ ഭൂമി ചൗഹാന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനും ജീവിതവുമാണ്. ലണ്ടനിലേക്കുള്ള യാത്രക്കാരുടെ പട്ടികയിൽ ഭൂമിയുടെ പേരുമുണ്ടായിരുന്നു. ഭർത്താവിനൊപ്പം ലണ്ടനിൽ സ്ഥിരതാമസമാക്കിയ ഭൂമി 2 വർഷത്തിന് ശേഷം അവധി ആഘോഷിക്കാൻ ഇന്ത്യയിലെത്തിയതായിരുന്നു. ഇന്നലെ പറന്നുയർന്നൊരു തീഗോളമായി മാറിയ വിമാനത്തിൽ കയറാൻ പുറപ്പെട്ടെങ്കിലും അഹമ്മദാബാദിലെ കനത്ത ട്രാഫിക് ജാമിൽ കുടുങ്ങി ഭൂമിക്ക് സമയത്തെത്താൻ കഴിഞ്ഞില്ല. 10 മിനിറ്റ് താമസിച്ചു. വിമാനത്താവള അധികൃതരോട് സംസാരിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഉച്ചയ്ക്ക് 1:30 വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങി. അതുമാത്രമാണ് ഭൂമിയുടെ ഓർമ്മയിലുള്ളത്. പിന്നീട് രാജ്യം കേട്ടത് വൻ സ്ഫോടന ശബ്ദം. തകർന്നു വീണ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസം, മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ വിമാനം നഷ്ടപ്പെട്ട ഭൂമിയുമൊക്കെ കാഴ്ചകളാണ്. അതിജീവനത്തിന്റെ, അത്ഭുതത്തിന്റെ ആശ്വാസ കാഴ്ചകൾ. ശുഭം. എന്നിട്ട് ഖുറാനും ഭഗവത്ഗീതയൊക്കെ സേഫ് ആണെന്ന് പറഞ്ഞാൽ മതി. My daughter is disabled and you're parked in a disabled car parking space. Nice to meet you. Right, yeah, so I was wondering if I could have this space because you don't seem to have a disability, so... You can see what is disabled. Right, yes, my daughter is properly disabled. ആ പ്രായമായ സ്ത്രീയുടെ കൊച്ചു ഡിസേബിൾഡ് ആണ്. അപ്പോൾ അത് കാരണം പാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞമ്മന്റെ ടീം പറയുന്നതാണ് ഈ കേൾക്കുന്നത്. Go to move another parking. You know what? I will close my window, okay? നമ്മുടെ കൊച്ചുവിനെ വിളിക്കാൻ സമയമായി. കൊച്ചു കമോൺ. ചിലർ ഇത് കാണുമ്പോൾ പറയും ഇതൊക്കെ സ്ക്രിപ്റ്റഡ് ആണ്, നമ്മളെ കരിവാരത്തേക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഏതാണ് സ്ക്രിപ്റ്റഡ് അല്ലാത്തത്? ഇതോ? എല്ലാത്തിലും സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതിയോ? Can't use the Bible to prove the Bible. Okay. You need independent confirmation. I'm not even convinced that he actually existed, but I definitely don't belive he was the son of God. Have you been to the Holy Land? No.
I suggest you go there. Why? Because everything that's said in the Bible stated there. The tomb, the Sea of Galilee, River Jordan, everything. Okay. So check it out. Did you see the Spider-Man movie? Yeah. It took place in New York. You can actually go to New York. That's the reverse. The universe. He's even reversed it. That's a first. And those places are there. Does that mean Spider-Man was real? അണ്ണാക്കി കിട്ടിട്ടുണ്ട്. I mean. Your standards of evidence are incredibly low. ഇനി ഞാനൊരു സംഭവം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ലുലു മാളിൽ പോയപ്പോൾ ഒരു പെൺകുട്ടി, നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു മാജിക് കാണിച്ചു. ജസ്റ്റ് അവളൊരു കുപ്പി വെള്ളം എടുത്തിട്ട് അവൾ ജസ്റ്റ് ഇങ്ങനെ കൈ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ആ കളറ് മാറി. അതെങ്ങനെ സംഭവിച്ചെന്ന് എനിക്കാൻ പാടില്ല. അതൊരു ഓറഞ്ച് കളർ വെള്ളമായിരുന്നു, പെട്ടെന്നത് വെള്ള കളർ വെള്ളമായി. ഞാൻ വിചാരിച്ചു ഓക്കെ മാജിക് കൊള്ളാം, എന്തെങ്കിലും കെമിക്കൽ റിയാക്ഷൻ അങ്ങനെ വല്ലതും ചെയ്തതായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എന്നെ കയ്യടിയൊക്കെ കൊടുത്തു, അതിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ആ സത്യം മനസ്സിലായത്. ആ കൊച്ചിൻ്റെ കാല് നിലത്ത് മുട്ടിയിട്ടില്ല, അതിങ്ങനെ പറന്നാ പോകുന്നത്. അപ്പം എൻ്റെ കിളി മാറിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി മറ്റേ പറക്കാൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും സാധനം ഉപയോഗിക്കുന്നുണ്ടോ, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര കൺഫ്യൂഷനായിട്ട് ഞാൻ ആ കുട്ടിയുടെ പുറകെ ഓടി. അതെങ്ങനെയാണ് അത് പറന്നു പോകുന്നത്? കാല് നിലത്ത് കുത്തിയിട്ടില്ലത്. അപ്പോൾ കാല് നിലത്ത് കുത്താതെ എങ്ങനെയാണത് പോകുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ പുറകെ ഓടി. ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു വളവ് തിരിഞ്ഞപ്പോഴേ അതിനെ കാണാനുമില്ല. എത്ര പേര് വിശ്വസിച്ചു ഇത്? എത്ര ഒരു 70% പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന 70% പേരെങ്കിലും ഇതിപ്പോൾ വിശ്വസിച്ചിട്ടുണ്ടാവും. ഇനി ഞാൻ വിശ്വസിക്കുന്നൊരു സാധനം പറയട്ടെ. കാനായിലെ കല്യാണ വിരുന്നിൽ യേശു വെള്ളം വീഞ്ഞാക്കി പകർത്തി. അത് സത്യമാണേ, അത് സത്യ. അത് ജോക്ക് കൂടുതൽ ചോദ്യം ചെയ്യണ്ട, ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി കളിക്കാനും വേണ്ട, അത് സത്യമാണ്. മറ്റേ ലങ്ക ഇങ്ങനെ എടുത്തോണ്ട് പോയൊരു ടീമുണ്ടല്ലോ, അത് സത്യമാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് ഈ അപരാധമൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? കാരണം എന്താ, ഇപ്പം നിങ്ങൾക്ക് കോമൺ സെൻസ് ഉണ്ട്. ഇതിപ്പോൾ ഡിജിറ്റൽ വേൾഡാണ്. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരു ആവാത്തതിൻ്റെ ഒറ്റ റീസൺ എന്താ? ഡിജിറ്റൽ വേൾഡ് ആയതുകൊണ്ട് മാത്രമാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സമയത്താണ് ഫോൺ ഇറങ്ങിയതെങ്കിലും ഉണ്ടല്ലോ, അല്ലെങ്കിൽ മാതാ അമൃതാനന്ദമയി, അല്ലെങ്കിൽ ഫ്രാൻസിസ് പാപ്പ. ശ്രീനാരായണ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ ഒരിക്കലും ദൈവമായിട്ട് കാണരുത്. എന്നിട്ട് ഇപ്പം എന്താ കാണിച്ചു കൂട്ടുന്ന ആൾക്കാർ? ഇനിയെങ്കിലും ഈ തരംതാണ പണി നിങ്ങൾ നിർത്ത്. അതെ കേട്ടോ, സത്യം. ഇനിയെങ്കിലും ഈ തരംതാണ പണി നിങ്ങൾ നിർത്ത്. പാർട്ട് 1 മുതലുള്ള റിയാക്ഷൻ കാണണമെന്നാണ് എൻ്റെ അഭിപ്രായം. റിയാക്ഷൻ കാണാത്തവർ എൻ്റെ പ്ലേലിസ്റ്റിൽ പോയാൽ മതി. മെയിൻ ചാനലാണ്, ഇത് ബാക്കപ്പ് ചാനലാണ്. ജസ്റ്റ് ഒന്ന് അറിയിക്കണം. ഓക്കെ, നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ റിയാക്ട് ചെയ്ത സാധനം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിവിടെ നിർത്തിയത് ഇവിടെ. വീട്ടിലെ കളിക്കൂട്ടിൽ വിശ്വാസം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസരം എത്തുമോ? ഇല്ല. അമ്മ വല്ലതും തരണേ അമ്മ. അയ്യോ, ഒന്ന് വട്ടം കറങ്ങി നോക്കാം. ദൈവമേ, കാക്കയ്ക്ക് പൂരം വേണ്ടല്ലോ. കോഴി വരെ കൂവി. എന്തിനാണ് സുരേഷ് ഗോപിനെ ഞാനിപ്പോൾ കളിയാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിലേ ഞാൻ അടുത്ത വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ഞാൻ മറ്റേ സംഖ്യയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കളിയാക്കുന്നത്. ഇനി ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. അതിന് മുമ്പ് ആ വീഡിയോ ഒന്ന് കാണാം. അടുത്ത ജന്മത്തിൽ പൂണുനൂലിടുന്ന വർഗത്തിൽപ്പെട്ട് ബ്രാഹ്മണനായി ജനിക്കണം. അടുത്ത ജന്മത്തിലും പൂനൂലിടുന്ന ഒരാളായിട്ട് ജനിക്കണമെന്നാണ് പുള്ളി പറയുന്നത്. അത് കേട്ടിട്ട് ഇവിടെ കുറെ പേർക്ക് സഹിക്കുന്നില്ല. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് അടുത്ത ജന്മത്തിൽ ആണായിട്ട് ജനിക്കണോ പെണ്ണായിട്ട് ജനിക്കണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ആൺകുട്ടിയാണെങ്കിൽ ഭൂരിഭാഗം ആൺകുട്ടികളും പറയും എനിക്കൊരു ആണായിട്ട് തന്നെ ജനിച്ചാൽ മതി എന്നേ പറയത്തുള്ളൂ. ശരിയല്ലേ? ഞാനും അങ്ങനെ തന്നെ പറയത്തുള്ളൂ, എനിക്കൊരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതി എന്ന് ഞാൻ പറയത്തുള്ളൂ. ചിലപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോൾ അവൾ ഒരു ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതി എന്നൊരാഗ്രഹം പറയും. അത് ഒരാളുടെ ആഗ്രഹമല്ലേ? അയാൾക്ക് പൂനൂലിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കണമെന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അതല്ല ആഗ്രഹമാണ്. അതിന് അയാളെ എന്തിനാണ് നിങ്ങൾ തെറിവിളിക്കുന്നത്? ഞാൻ എന്തിനാണ് ഇപ്പം നേരത്തെ പുള്ളിനെ കളിയാക്കുന്നത് മനസ്സിലായില്ലേ? ഞാനത് കളിയാക്കിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ താങ്ങി പിടിച്ച് നടക്കുകയാണ്, ഞാൻ സംഖ്യയാണെന്ന് പറഞ്ഞു കളയും. സിഗരറ്റിന്റെ കൂടിന്റെ ബാക്കിൽ ഒരു കവർ ഉണ്ടാവുമല്ലോ, ഈ കവറിൽ ആള് വിക്സ് തേച്ച് വെക്കും. അത് തേച്ചിട്ട് എന്ത് ചെയ്യും, മറ്റേ തോപ്പിന്റെ പോക്കറ്റിൽ വെക്കും. സ്വന്തം കമ്മ്യൂണിറ്റിയുള്ളവന്മാരാണ് അവിടെ പോകുന്നത്. ഓരോ ആളുകളുണ്ടാവും മജിലിസിൽ, സ്ത്രീകൾ, എന്റെ മകൻ ഇങ്ങനെ, എന്റെ മകൾക്ക് ഇത് എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പൊ അവരെ പേര് പ്രത്യേകം എടുത്ത് പറഞ്ഞു തീർക്കും. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ദുആ ചെയ്യുന്ന സമയത്ത് മൂപ്പര് ആദ്യം അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. നിങ്ങളെ കണ്ണു വെച്ചിട്ട് റഹ്മാനുർ-റഹീമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തേക്കും. ഇത് മുസ്ലിംസ് അല്ല കാഫിറാണെന്നൊക്കെ പറയുമായിരിക്കും. അത് ഞാൻ കണ്ടതാണ് ഇതൊക്കെ. അപ്പൊ മൂപ്പര് എന്ത് ചെയ്യും, ആ ദുആ ചെയ്യുന്ന സമയത്ത് മൂപ്പര് ആദ്യം അത് മൂപ്പര് എടുത്തിട്ടുണ്ടാവും, കയ്യിൽ തേച്ച് വെച്ചിട്ടുണ്ടാവും. മതഭ്രാന്തന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. യഥാർത്ഥ മുസ്ലിംസ് ഇങ്ങനെയല്ല തൊപ്പി വെച്ചവരൊന്നും മുസ്ലിംസ് അല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി. മതപരമായ ഒരു സൂക്ഷ്മത കുറവുണ്ട്. ജോക്കു നിങ്ങളെ രക്ഷപ്പെടുത്തി എന്ന് പറയാം. ആശുപത്രിയിൽ പോയി കിടക്കേണ്ട ടൈമൊക്കെ കഴിഞ്ഞു, കാറാലൊന്നും മുടക്കേണ്ട പരുവം കഴിഞ്ഞു. അപ്പൊ വലുതായി വരേണ്ട കാലഘട്ടം. ആശുപത്രിയിൽ പോയി കിടക്കേണ്ട കാലം കഴിഞ്ഞ് കൈ നോക്കി ചേച്ചി പറഞ്ഞതിന്റെ
1 മണിക്കൂർ കഴിഞ്ഞില്ല ആശുപത്രി. ദൈവം ഇത് ചിരിക്കാൻ പാടില്ലല്ലോ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പിന്നെ നമുക്ക് ചിരി വരത്തില്ലേ? കോപ്പ്. വിശ്വാസമാണ് ഈ വിശ്വാസം. ജാതകം നോക്കി ഞങ്ങൾ പെണ്ണിനെ കണ്ടുപിടിക്കും. ഒന്ന് ചോദിക്കട്ടെ, നമ്മൾ ആരാധിക്കുന്ന ഈ ദൈവം തന്നെ നമുക്കായി സൃഷ്ടിച്ചിട്ടുള്ളതല്ലേ ഈ പാലും നെയ്യും സ്വർണവും ജീവികളും എല്ലാം? അപ്പോൾ പിന്നെ നമ്മൾ അത് ഉപയോഗിച്ച് ദൈവത്തിനെ പ്രീതിപ്പെടുത്തുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവത്തിന് വേണ്ടി തുലാഭാരം നേരം, ദൈവത്തിന് വേണ്ടി കാണിക്ക അർപ്പിക്കരുത്. ദൈവത്തിന്റെ പേരും പറഞ്ഞ് കുറച്ചൊന്നുമല്ല പണം ആളുകൾ ചെലവഴിക്കുന്നത്. ഒന്ന് ചോദിക്കട്ടെ, ദൈവം ഈ പൈസ എല്ലാം കൊണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അങ്ങനെ പറയല്ലോ സഹോദരി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അവർക്ക് ജീവിച്ചു പോകണ്ടേ? ഈ അടുത്തുകൂടി കേട്ട ഒരു വാർത്തയാണ് ഗുരുവായൂരിൽ ദൈവത്തിന് വേണ്ടി മഹീന്ദ്ര കമ്പനിയുടെ ഥാർ എന്ന വാഹനം നേർച്ച അർപ്പിച്ചു എന്നുള്ളത്. അതിന്റെ ഇരട്ടി വിലക്കാണ് അത് ലേലം വിളിച്ചു പോയത്. ആ വണ്ടി ലേലം വിളിച്ച് ആദ്യം എടുത്തത് ഒരു മുസ്ലിം ആയിരുന്നു. പക്ഷെ പുള്ളി മുസ്ലിം ആണെന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ വണ്ടി കൊടുത്തില്ല പുള്ളിക്ക്. വീണ്ടും ലേലം വിളിക്കുമായിരുന്നു എന്നാണ് കേട്ടത്. അത് വിളിക്കാൻ പോയ മുസ്ലിമും കോമഡി, അത് ലേലം വെച്ച ഹൈന്ദവ മണ്ടന്മാരും കോമഡി. ഇമാതിരി കോമഡി പീസുള്ള നാടാണിത്. ഞാൻ ഈ പറഞ്ഞ വാചകം ഭക്തരെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്തിയെ ഒന്ന് പൊള്ളിച്ചെങ്കിൽ സാരമില്ല. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന എമൗണ്ടിന്റെയൊക്കെ ഒരു വിഹിതം എങ്ങോട്ടാ പോകുന്നത്? ഗവൺമെന്റിലേക്കാ പോകുന്നത്. സാരമില്ല, കാരണം ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ പ്രകോപനം തോന്നാവുന്ന ഒന്നാണ് ഭക്തർ ഈ കാണിച്ചു കൂട്ടുന്ന വിട്ടിത്തങ്ങൾ. ചെറിയ പൈസ ഉണ്ടാക്കണേ. ഈ നശിച്ച നാട് വളരണമെന്നുണ്ടെങ്കിൽ പൈസ വേണ്ടേ? പൈസ എവിടെ നിന്നുണ്ടാക്കും? അതിന് നമുക്ക് മതം തന്നെ വേണ്ടേ? എന്താണ് ഇതിന് പിന്നിൽ? ഒരു 100 മെഴുകുതിരി ഇല്ലാത്തവനാണോ ദൈവം? അല്ലെങ്കിൽ നമ്മുടെ തല മുണ്ടനം ചെയ്യപ്പെട്ട് കാണാനായി ആഗ്രഹിച്ചിരിക്കുകയാണോ ദൈവം? പൂക്കിന്റെ കാര്യത്തിൽ ജോക്കുന്റെ ചാനലിൽ നല്ല സമത്വം ഉണ്ട് മക്കളെ. പ്രസവ വേദനയെടുത്ത് വഹിയ അല ഖതബ്, ഖതബ് എന്ന് പറഞ്ഞാല് പലകപ്പുറത്ത് പ്രസവിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്ന പെണ്ണ്. ഒരു മുസ്ലിം സ്ത്രീ പ്രസവവേദന ഇരിക്കുന്ന സമയത്ത് ഭർത്താവ് ഒന്നിച്ചും പറയാണ് എനിക്കൊരു കളി തരുമോ എന്ന് പറഞ്ഞാൽ അത് കൊടുക്കാൻ നീ തയ്യാറാവണമെന്നാണ് അണ്ണം പറഞ്ഞു വരുന്നത്. ഒന്ന് ആഗ്രഹിക്കുന്നു, നീയുമായി ഒന്ന് ബന്ധപ്പെട്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ ആ സമയത്ത് പോലും ഭർത്താവിന് വേണ്ടി നീ വഴങ്ങിക്കൊടുക്കണമെന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. കൊച്ചുക്കാമോ ഇതൊക്കെ ഏത് പ്രവാചകൻ പഠിപ്പിച്ചാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പ്രവാചകൻ പഠിപ്പിക്കുന്നത് ഇവനെയൊക്കെ എന്നാ ചെയ്യണം? സോറി ചേച്ചി, ചന്ദ്രകലയല്ലേ ആ വെള്ളത്തിൽ പോയത്? ചന്ദ്രകല. ശിവലിംഗം എടുത്ത് വെച്ചിട്ടെ ചന്ദ്രകല. ചന്ദ്രകല വെള്ളത്തിൽ പോയി. ഇത് കാണുന്ന ശിവലിംഗം. Can I chat with my classmate girl? No, it's haram. No, it's haram. ഇതിന്റെ കോമഡി എന്താണെന്നറിയോ? ഇത് ചോദിച്ച ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടിയോട് പറഞ്ഞ ഉത്തരം No, it's haram. അത് പെൺകുട്ടിയാണോ ചോദിച്ചതെന്ന് പോലും അറിയാണ്ടാണ് ഈ കഴുത. No, it's haram. Here we can use മദ്രസ പൊട്ടൻ. കഴിഞ്ഞ വീഡിയോ എടുത്താൻ പറഞ്ഞ കേട്ടില്ലേ? ഗർഭിണിയാല ഓടുവാണ് ഹോസ്പിറ്റലിലേക്ക്. ആന പറണ്. അല്ല ഞാൻ ചോദിച്ചോട്ടെ, അപ്പൊ ഈ മദ്രസ പഠിക്കാനായിട്ട് ഏതെങ്കിലും ആനയും പട്ടിയും പൂച്ചയൊക്കെ പോകുന്നുണ്ടോ? ഇതുവരെ എന്റെ വീഡിയോയിൽ സ്ത്രീ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം. ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം നിങ്ങൾക്കാണ് ഉണ്ടായെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. അതായത് നിങ്ങൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഏതോ കുറേ ഞരമ്പന്മാർ വന്നിട്ട് നിങ്ങളെ ചന്തിക്ക് കയറി പിടിക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ മദ്രസയിൽ പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഞാൻ പറയുന്നത് നിങ്ങൾ രാവിലെ ആയിട്ട് മദ്രസയിൽ പോയി കളയുന്ന സമയം മതി നിങ്ങൾക്കൊരു മാർഷൽ ആർട്സ് പഠിക്കാനായിട്ട്. അപ്പോൾ വെറുതെ കണ്ടവൻ്റെ പ്രസവ മെഷീൻ ആവാണ്ട് കുറച്ച് തിരിച്ചറിവിലേക്ക് വരിക. ഈ കാലത്ത് ഏറ്റവും അത്യാവശ്യമായിട്ടൊരു സാധനമാണ് മാർഷ്യൽ ആർട്സും ഡ്രൈവിങ്. ഇതില്ലാണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ എത്ര A+B ഹോൾ സ്ക്വയർ പഠിച്ചാലും ഈ 2 സാധനങ്ങൾ ലൈഫിലില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പാടാണ് ഈ കാലത്ത് ജീവിക്കാൻ. അവന്റെ അച്ഛൻ കൊച്ചുവാ. ബ്രോ ക്രിയേറ്റഡ് ന്യൂ ഗോഡ്. അവൻ വന്ന് തൊടുന്നു, വേറെ അവന്റെ കൂട്ടുകാരും വന്ന് തൊട്ട് കാണിക്കുന്നു. പിന്നെ നടന്നത് ചരിത്രം. PK എന്ന് പറയുന്നൊരു മൂവി ഉണ്ട് അമീർ ഖാൻ്റെ. നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ആദ്യം വലിയ ഇതെന്താ ഇത് കുറച്ച് ഓവറല്ലേ കാണിക്കുന്നതെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ സത്യമാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. ഇതൊരു സ്ക്രിപ്റ്റഡ് വീഡിയോ അല്ല. കഴിഞ്ഞ വീഡിയോയിൽ പോലും ഞാൻ ഇതിന്റെ ഒരു സാമ്പിൾ കാണിച്ചായിരുന്നു നിങ്ങളെ. സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ഇല്ല, ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നോക്കും, കുഞ്ഞിരുന്നാൽ മതി. സൂര്യനിൽ നിന്ന് പുത്രൻ ഉണ്ടാകും എന്നുള്ളത് 100% സത്യമാണ്. എനിക്കത് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി വേണമെന്ന്. അത് ഏതൊരു സ്ത്രീ തയ്യാറാണെങ്കിൽ ആ സ്ത്രീയിൽ സൂര്യനിൽ നിന്ന് കുട്ടി ഉണ്ടാകും. ഇനി ഇവന്റെ പേരാണോ സൂര്യൻ എന്ന്? കളിവീര. ഇത് അതിന്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ അവരെ കൃത്യമായിട്ട് ഗവൺമെന്റ് ബോഡി അവരെ മോണിറ്റർ ചെയ്യണം. അപ്പൊ ഒന്നുകൂടി കുനിയേണ്ടി വരും. അവരിലേക്ക് സൂര്യനിൽ നിന്നാണ് കുട്ടി വരണം.
വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഭാവിയിൽ പ്രാക്ടിക്കൽ ആവുകയാണെങ്കിൽ അയ്യോ എവിടെ നിന്ന് വരുന്നുണ്ടേ നീയൊക്കെ ഒരു ഞാനും പറഞ്ഞില്ല. കൊച്ചു വേണ്ട വിട്ടേക്ക്. അത് അറിവില്ലാത്തതുകൊണ്ടാ. സയൻസിന്റെ മുകളിൽ പോകാൻ പോകുന്ന കാര്യമാണ് ഈ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ തെറ്റിയെന്ന് വരാം. അതുകൊണ്ട് സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടാക്കിയെടുക്കുക. അത്രയ്ക്കും വൃത്തികെട്ട ജന്മങ്ങളെ ഈ ലോകത്ത് കണ്ടിട്ടില്ല. ആ മാതിരിയാണ് ഇവന്മാർക്ക് പൈസയും കൊടുത്ത് ഫുഡും കൊടുത്തിട്ടാണ് ഇവന്മാരെ ഓരോ പരിപാടികൾക്ക് വിളിക്കുന്നത്. അതുകൊണ്ട് ഈ സ്റ്റേജിൽ കയറിയിട്ട് ഈ സൈസ് തോന്നിവാസതരം വിളിച്ചു പറഞ്ഞിട്ട് ആളുകൾ മിണ്ടാതിരിക്കുന്നത് നോക്കുമ്പോൾ വല്ലാത്ത സങ്കടം. എന്നാലും വല്ലാത്ത ജാതി തന്നെ ഒന്ന് കണ്ടു. ഒരു പെണ്ണിനെ ഇതിന്റെ ബാക്കി നമ്മൾ ഉടനെ തന്നെ റിയാക്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. പിന്നെ ഇതിനു മുമ്പുള്ള റിയാക്ഷൻസ് ഒക്കെ കാണാനായിട്ട് നമ്മുടെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ചാനലിലെ ജോക്കുട്ടൻ മെയിൻ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിയാൽ മതി. റിലീജിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് തന്നെ ഞാൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. Guys, you know what's happening in the world now, right now? I wasn't happy in the cage fight this week or see the kids dying. It doesn't matter. Whatever in the world, Ukraine and Syria, Afghanistan, Palestine, USA, doesn't matter. When kids die, it's hard, guys. I love the kids. I have a boy who's waiting for me back home. Is only 3 months. If he's just crying, I know how it feels. And when somebody dies, guys, I don't know what to say. Inshallah, we'll be good in the world. I hope so. Muslim, Christian, Jewish, doesn't matter. Please, guys, be together. Let us live in this world good. And let us be happy. Thank you, guys.